ഇതാ മാങ്ങ മരത്തിൽ കണ്ടോ അതോ മാവിൽ വിഷം അടിക്കുന്നതൊക്കെ മരുന്നടിക്കുന്നതൊക്കെ കണ്ടോ? ഫുള്ള് മരുന്നടിക്കുകയാണ്. അതൊരു ഈ നമ്മുടെ അവിടേക്കാണ് ഈ ആൽമരമൊക്കെ എപ്പോൾ വെട്ടിമുറിച്ചെന്ന് വെച്ചാൽ മതി. അടിപൊളിയല്ലേ നോക്കേ, നല്ല വൈബ് സ്ഥലം, അടിപൊളി. പച്ചമാട്ടം നോക്കേ, പച്ചമാട്ടമൊക്കെ നോക്കേ, ആ സൈഡ് ഫുള്ള് പച്ചമാട്ടമാണ്. അടിപൊളി തണുപ്പ്. ഫോറസ്റ്റാണ് കേട്ടോ, രണ്ട് സൈഡും ഫോറസ്റ്റാണ്. നമ്മൾ ഫോറസ്റ്റിനകത്തോട്ടാണ് പോകുന്നത്. ഈ ഒരു സൈഡ് നെൽകൃഷിയാണ്, ഇപ്പുറത്തെ സൈഡ് ഫോറസ്റ്റാണ്. കുറച്ച് അങ്ങോട്ടൊക്കെയാണ് ഫോറസ്റ്റ് കിടക്കുന്നത് കേട്ടോ. ഇതൊക്കെ തോട്ടങ്ങൾ, ഇവിടെ തോട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ഏരിയയൊക്കെയാണ്. അപ്പോൾ 10 രൂപ പാസ് കൊടുക്കണം കേട്ടോ. എൻട്രി ഫീസ് 10 രൂപ. ഫീസ്. കേരള വണ്ടി കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഈ കാറൊക്കെ കേരളത്തിൻ്റെ. ബൈക്ക് അന്ന് ഞാൻ അവിടെ വെച്ചിട്ട് വന്നത്, അന്ന് വെക്കാൻ സ്ഥലമില്ലായിരുന്നു. അന്ന് ബൈക്കൊന്നും വെക്കാൻ സ്ഥലമില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ. ഇതാണ് ഡാം. ഇതാണ് ഡാം. അങ്ങനെ ഞങ്ങൾ പൈനാപ്പിൾ പീസ് വാങ്ങിച്ച് ഒരു കവറിന് 20 രൂപ കേട്ടോ. പൈനാപ്പിൾ ഉണ്ട്, മാങ്ങ ഉണ്ട്, തണ്ണിമത്തങ്ങ ഉണ്ട്. 20 രൂപ, 20 റുപ്പീസ്. 500 രൂപയാണ് ഒരു ബോട്ടിനകത്ത് പോണതിന്. 10 പേർക്ക് കയറാം. ഒരാൾക്ക് 50 രൂപ വെച്ച്. ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ് സംഭവം, കൊള്ളാം, പൊളിയാണ്. പശുക്കൾ കുഴപ്പമോ കേട്ടോ. ഉണ്ടല്ലോ ആ കാള വന്ന് കൊമ്പുണ്ട് ഈ കാറിൻ്റെ ആ ബമ്പറിനകത്ത് ഉരച്ചതുകൊണ്ട് നല്ല സ്ക്രാച്ച് ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഉരവാണ്. അത് അടുത്തതുപോലെ വണ്ടിയിലിട്ട് ഉരയ്ക്കുന്നുണ്ടോ, കണ്ടോ? ഇവിടെ നിന്ന് അങ്ങനെ കയറാൻ പറ്റത്തില്ല കേട്ടോ, കാരണം ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്, ഗേറ്റ് പൂട്ടിയൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പം അവിടെ ആൾക്കാരിരിപ്പുണ്ട്. അത് നമ്മൾ ഇനി അതിലേക്കൂടെ കറങ്ങി വല്ലതും പോകണം. കൊള്ളത്തില്ലേ? കൊള്ളാമല്ലോ. നമ്മൾ കണ്ട് ഈ മല കയറി, മലയല്ല ഇതൊരു മല തന്നെ, മലയിൽ കയറിക്കൊണ്ട് അങ്ങനെ പോവുകയാണ്. ഇത് മഴയത്തൊക്കെ നല്ല വെള്ളമായിരിക്കും കേട്ടോ, ഇവിടെയൊക്കെ സൂപ്പർ വെള്ളമായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ കയറി പോകണം. മുകളിലൊരു വാട്ടർഫാൾസ് ഉണ്ട്, അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോകാം. വെള്ളമുണ്ടോയെന്ന് അറിയാൻ വയ്യ. വെള്ളമുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പോയി നോക്കാം എന്തായാലും. നിങ്ങളത് കുറേ കയറാറുണ്ട് കേട്ടോ. അയാൾ 20 മിനിറ്റ് എന്ന് പറഞ്ഞു, പക്ഷേ 20 മിനിറ്റ് ഒന്നുമല്ല, നമ്മൾ കുറച്ച് നടന്ന്. നല്ല ഓഫ് റോഡാണ് കേട്ടോ. കുഴഞ്ഞെന്ന് വെച്ചാൽ കല്ല് ചവിട്ടി കാലൊക്കെ വേദന എടുക്കുന്നത്. വലിയ തേരിയൊന്നുമില്ല, നമുക്ക് കയറി പോകാം. പക്ഷേ ഭയങ്കര കല്ലുകളാണ്. കല്ലായതുകൊണ്ട് നമുക്കങ്ങനെ
കയറി പോകാൻ പറ്റുന്നില്ല, കാല് വേദന എടുക്കുന്നു. ഇവിടെ ഒരു ചെറിയ ചർച്ച് കണക്കുണ്ട് കേട്ടോ, ഒരു ചെറിയ ഒരു കണ്ടോ, ഒരു കുരിശടി കണക്ക്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉള്ള പഴയ കെട്ടിടങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് പണ്ടത്തെ കാലത്തുള്ള ഈ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ കണ്ടോ, ഇപ്പം അതൊക്കെ ഇടിഞ്ഞു കുഞ്ഞു കിടക്കുക. ചർച്ച അത് യെസ്. ആ 1957 കേരളത്തിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ. പിന്നീട് അത് തമിഴ്നാടായത്. ഇതൊക്കെ അന്ന് കേരളമായിരുന്നു. ഇതൊന്നുമല്ല, ഇനിയും പോകണം. അപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കേട്ടോ, ചെറിയ ഉള്ള മാലിന്യങ്ങളാണ് കേട്ടോ, ഉള്ള പ്ലാസ്റ്റിക്കും ചവറും ചപ്പും എല്ലാം. ഇവർ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തിനകത്തൊക്കെ എടുത്തരും. മീൻ കിടന്ന് ചാടുന്നതൊക്കെ മീനുണ്ട് കേട്ടോ. ഇനിയും തോന്നാൻ പോണല്ലോ. എല്ലാം കൈയടക്കിയതാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എത്താറായെന്ന് തോന്നുന്നു. നല്ല ഇരപ്പൊക്കെ കേൾക്കുന്നു, ആൾക്കാരെ പൂവലൊക്കെ കേൾക്കുന്നു. കല്ലിച്ചവിട്ടി കാല് വേദന എടുക്കുന്നു. കൊള്ളാമല്ല, നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു കുഴിയിലാണെന്ന് തോന്നുന്നു വെള്ളം വന്ന് വീഴുന്നത്. ഇതൊരു ചെറിയ വെള്ളച്ചാട്ടം കേട്ടോ. ഒരു കുഴിക്കകത്ത് വന്ന് ഇങ്ങോട്ട് ഒഴുകി താഴോട്ട് പോയ കേട്ടോ. ഇതാണ് വെള്ളച്ചാട്ടം. ആ ഇത്രയേ ഉള്ളൂ. മഴയത്തേക്കാണ് ഇവിടെ വെള്ളം. നമ്മൾ കേരളത്തിൽ മഴ ചെയ്യുമ്പോഴാണ് ഇവിടെ വെള്ളം. മഴയില്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. മഴയുണ്ടെങ്കിൽ ഇവിടെ വീണാൽ തീർന്നു പോകും. ഇപ്പോൾ മാലിന്യങ്ങളാണ് കേട്ടോ, ഫുള്ളും പ്ലാസ്റ്റിക്കും കവറും ചവറും ഒക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. നല്ല വൈബ് സ്ഥലം കേട്ടോ. സ്ഥലം പൊളിയാണ്. വെള്ളച്ചാട്ടം കുഴപ്പമൊന്നുമില്ല, പക്ഷേ വേസ്റ്റുകൾ ഒരുപാട് വാരിയിടുന്നുണ്ട് ഇവിടെ. ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ദാണ്ട ഒരു വഴി ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ, മൊത്തം കല്ല് അടുക്കി പറക്കി ഇങ്ങനെ വെച്ചിരിക്കുക. പിന്നെ ആ കല്ലുകളൊക്കെ കുറേയൊക്കെ ഇളവിയൊക്കെ പൊരിക്കുന്നുണ്ട്. എന്നൊക്കെ വണ്ടിയൊക്കെ കയറി പോകുമായിരിക്കും. തോട്ടങ്ങളുണ്ട് അതിൻ്റെ മുകളിലൊക്കെ. ആ കല്ലിൻ്റെയൊക്കെ മിനുസം നോക്കി നടന്ന് പൊളിയല്ലേ. ആ വലിയ മഴയൊക്കെ പെയ്താൽ അടയ്ക്കുമായിരിക്കും. ആ പുള്ളിക്കാരൻ പറഞ്ഞത് അവിടെ ആന ഇറങ്ങും, അതുകൊണ്ട് മുകളിലോട്ട് കയറി പോകണ്ട, 6 മണിയൊക്കെ ആയില്ലേ, അതുകൊണ്ട് താഴെ പോയി കുളിച്ചിട്ടങ്ങ് പോകാനാണ് പറഞ്ഞത്. നമ്മൾ കുളിക്കുന്നൊന്നുമില്ല, നമ്മൾ ചുമ്മാ കാണാൻ വന്നതാ. എന്തായാലും താഴെ ഇറങ്ങി പോവാം, സമയം ഒരുപാടായി. ഓടിക്കോ, നിങ്ങൾ ഓടും. സംഭവം 2 സെമിത്തേരി ഉണ്ട്, 2 ആരാണ്ടൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് കല്ലറകളുണ്ട് അവിടെ, ഈ മരത്തിൻ്റെ ഇടയ്ക്കാണത്. ഏതായാലും ബ്രിട്ടീഷുകാരുടെ ആയിരിക്കും ഇത്. ആ സെമിത്തേരിയുടെ മുകളിൽ 2 ചങ്ങലയിട്ട് ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്നു. എന്തോ ട്രാക്കുളോ എല്ലാം ആണത്. ഇതോ കാണാൻ പറ്റുമെന്ന് അറിയാൻ കേട്ടോ, എനിക്ക് തന്നെ നല്ലതുപോലെ കാണാൻ പറ്റും. ദൂരമാണത്, സൂം ചെയ്താണ് നിങ്ങളെ കാണിക്കുന്നത്. മരമാണ്, ഈ കുരിശ് മൂടി, ഈ മരത്തോടെ മൂടി കിടക്കുകയാണ്. ഡാമിൻ്റെ ഷട്ടറൊക്കെ ഉള്ളത് ഈ ഭാഗത്താണ്.
ആ ആ അവിടെ കൊള്ളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാം ഈ നാറിയ സ്വഭാവങ്ങളാണ്. അതാണത് മൊത്തം വേസ്റ്റ് ഇതാ, മൊത്തം ഈ കുപ്പികളും ചവറുകളും എന്തേരിത്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്, മൊത്തം നശിപ്പിച്ച് കളഞ്ഞാണ്ട്. നമ്മുടെ ഈ വലിയ ടൗണിലൊക്കെ ഉള്ള ഓടാനൊക്കെ ആയിക്കളഞ്ഞു ഈ സ്ഥലങ്ങളൊക്കെ. അടിപൊളി സ്ഥലം നോക്കേ. ഇത് നമ്മുടെ ഡാമാണ് കേട്ടോ. ഡാമിൻ്റെ ഷട്ടറൊക്കെ ഇവിടെയാണ്. അപ്പം പൊളിയാണ്, കയറി നോക്കാം എന്തായാലും. രാത്രിയായി, 6:30 ആയി കേട്ടോ. 6:30 ആയില്ലേ? 6 മണിയായി. അടുത്തൂടെ പോയില്ല, നോക്കട്ടെ. ബോട്ട് ആളായപ്പോൾ ഇട്ടതായിരിക്കും. ഇത് റിസ്ക് അല്ലേ ഈ പോണത്. കണ്ടോ വെള്ളം നോക്കേ, അങ്ങോട്ട് നോക്ക്. ആണ് പൊളിയല്ലേ? ഇച്ചിരിയേ ഉള്ളൂ, വെള്ളം കുറവായതുകൊണ്ടാണ്. ഇച്ചിരിയുടെ